GP പ്രീത കൂടി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീമതി പ്രീത, വലിയൊരു ആരോപണമാണ് ഗോപിനാഥ് മുതുകാടിനെതിരെ സോഷ്യൽ മീഡിയയിലടക്കം ഉയർന്നിരിക്കുന്നത്. താങ്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ വായിച്ചിരുന്നു. ഇപ്പോൾ അദ്ദേഹം അതിനൊരു മറുപടി നൽകിയിരിക്കുകയാണ്. എല്ലാത്തിനും ഓഡിറ്റുണ്ട്, എല്ലാം എഴുതുന്നുണ്ട്, അല്ലെങ്കിൽ രേഖകളുണ്ട് എല്ലാത്തിനും എന്ന്, താൻ സുതാര്യമാണ് എന്ന് പറയുകയാണ് മുതുകാട്. എന്താണ് താങ്കളുടെ മറുപടി? അത് നമ്മൾ അയാൾക്ക് ഓഡിറ്റ് ഇല്ല എന്നൊരു ആരോപണമേ നമുക്കില്ലായിരുന്നു. ഫോറിൻ കറൻസി വാങ്ങിക്കുന്ന ആളാണ്. ഓഡിറ്റ് ഇല്ല എന്ന് കരുതാൻ മാത്രം മണ്ടന്മാരാണ് ഈ നാട്ടിലുള്ള മനുഷ്യര്. പ്രീത, നിങ്ങളുടെ പ്രധാന ആരോപണം എന്താണ്? ആക്ച്വലി ഞാൻ ആദ്യമായിട്ട് ഈ സ്ഥാപനത്തിനെതിരെ ഒരു കാര്യം പറഞ്ഞത് എന്താണെന്ന് വെച്ചാല്, വളരെ ഉപരിപ്ലവമായിട്ടുള്ള, അതായത് ഓട്ടിസം ഒരു ഭയങ്കര പ്രശ്നമാണ് നമ്മുടെ നാട്ടിൽ. അതിന്റെ തീവ്രത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അനുഭവിക്കാത്ത ആൾക്കാരോട് പറഞ്ഞാൽ മനസ്സിലാകുന്നില്ല. അനുഭവിക്കുന്നവർക്ക് മാത്രം മനസ്സിലാകുന്ന അതിതീവ്രമായ, ആക്ച്വലി ഏറ്റവും ഭയാനകമായ ഒരു സിറ്റുവേഷൻ ആണത് ഇന്ന്. കാരണം അത്രയ്ക്ക് സോഷ്യൽ സെക്യൂരിറ്റി ഇല്ലാത്ത ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം ഇയാള് ആളുകളുടെ കരുണയും എമ്പതിയും ഒക്കെ മുതലെടുത്ത് ഇങ്ങനെ വളരെ എന്താ പറയാ, അതിലെ ഏറ്റവും പ്രശ്നം കുറഞ്ഞ ഒരു വിഭാഗത്തെ കണ്ടെത്തി അയാൾ ഒരു സ്ഥാപനം നടത്തുകയാണ്. അത് കുഴപ്പമൊന്നുമില്ല. അയാൾക്കിപ്പോ ഒന്നിനെയും സമഗ്രമായിട്ട് എല്ലാവർക്കും അഡ്രസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇയാൾ പൊതുബോധം ഉണ്ടാക്കുന്നത്, പൊതുബോധ ധാരണകളെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയാണ്. ഓട്ടിസം എന്ന് പറഞ്ഞാൽ ഇത് മാത്രമാണ്, ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ മാത്രമാണ്. അല്ലെങ്കിൽ അയാള് അതായത് ഈ ആടുകയും പാടുകയും ചെയ്യുന്നതാണ് പ്രശ്നം. എന്നിട്ട് ഈ മറ്റുള്ളവരുടെ എമ്പതിയിലേക്ക് അയാൾ ഇട്ട് കൊടുക്കുന്ന കഥകളും ഒക്കെ വഴി സമൂഹത്തിന്റെ കരുണ, അതായത് ഒറ്റ വഴിയിലേക്ക് അങ്ങ് മാറുകയാണ്. അതായത് ഈ കുഞ്ഞുങ്ങൾക്ക് മുഴുവൻ അവകാശപ്പെട്ട, ഇപ്പൊ അത് സ്വകാര്യ സ്ഥാപനങ്ങളായാലും വ്യക്തികളായാലും ആരുടെ പണമായാലും ഈ മേഖലയ്ക്ക് മൊത്തത്തിലുള്ള കരുണയാണ്. കാരണം ഇയാൾ കഥ പറയുന്നത് ഏറ്റവും വേസ്റ്റായ കുട്ടികളുടെ കഥയാണ് ഇയാൾ പറയുന്നത്. അപ്പം അവരിലേക്ക് ഒഴുകുന്ന എമ്പതിയാണ് ഇയാൾക്ക് പണമായിട്ട് എത്തുന്നത്. എന്നാൽ യഥാർത്ഥ ആളുകളിലേക്ക് അത് എത്തുന്നില്ല. വളരെ സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ഇതിലേക്ക്, അതായത് ഇത് കേന്ദ്രീകൃതമാകുകയാണ് ഫണ്ട്. ഈ വിഭാഗത്തിനായിട്ടുള്ള പണം കേന്ദ്രീകൃതമാകുകയും അത് ഒട്ടും, അതായത് ഇതിന്റെ അടിസ്ഥാനത്തിൽ വേണ്ട, അതിന്റെ ഒരു ശകലം പോലും ആഴത്തിൽ പോലും എത്താത്ത പ്രവർത്തികൾക്കായി ഉപയോഗിക്കപ്പെടുകയും എന്നാണ് നമ്മുടെ പരാതി. എത്രയോ സ്പെഷ്യൽ സ്കൂളുകൾ ഈ നാട്ടിലുണ്ട്. അവർക്കൊന്നും കിട്ടാത്ത ഫണ്ട് എന്തിനാണ് ഇയാൾക്ക് കിട്ടുന്നത്? സർക്കാരിന്റെ. ഇയാൾക്ക് തന്നെയാണ് സർക്കാരിന് ഫണ്ട്. ഇവിടെ 10-45 കുട്ടികൾക്ക് റെസിഡൻഷ്യൽ കെയർ കൊടുക്കുന്ന സ്ഥാപനമുണ്ട്. അതായത് അവരെ അവിടെ താമസിപ്പിച്ച്. ഇപ്പം ഇത് ഉദാഹരണം പറയുകയാണെങ്കിൽ, തൃശ്ശൂർ ഭാനുമതി ടീച്ചർ ഒരു സ്കൂൾ നടത്തുന്നുണ്ട്. 45 കുട്ടികളുണ്ട്. അവിടെ തന്നെ 10-12 കുട്ടികൾ ആരും ഇല്ലാത്തവരാണ്. അവർക്ക് കിട്ടാത്ത പൈസ എങ്ങനെയാണ് ഇയാൾക്ക് കിട്ടുന്നത്? അവർക്ക് കൊടുക്കുന്നുണ്ടോ സർക്കാർ വല്ലോ? എങ്ങനെ ഗോപിനാഥ് മുതുകാട് നടത്തുന്ന സ്ഥാപനത്തിന് മാത്രം സർക്കാർ സഹായം കിട്ടുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ പ്രധാന ചോദ്യം. ഇപ്പൊ വന്ന വിവരാവകാശ രേഖയില് ധനകാര്യ വകുപ്പിന്റെ അല്ലേ നിങ്ങൾ കണ്ടത്? അതെ, വേറെ വിവരാവകാശ രേഖ ഞങ്ങളുടെ കയ്യിലുണ്ട്. അത് ഞങ്ങൾ അധികം താമസിയാതെ പുറത്ത് വിടുന്നതായിരിക്കും. അതിലും കൊണ്ട് അയാൾക്ക് 2 കോടി കൂടുതൽ കിട്ടിയത്. പ്രീത, ഇതിന് മുതുകാടിന്റെ മറുപടി ഉണ്ട്. മുതുകാട് QIT സംസാരിച്ചപ്പോൾ മുതുകാട് പറയുന്നത് തനിക്കെതിരെ നിൽക്കുന്നത് തന്നോട് ചേർന്ന് പ്രവർത്തിച്ചവർ തന്നെയാണ് എന്നുള്ളതാണ്. നേരത്തെ തന്റെ കൂടെ അവർക്കാണല്ലോ കൂടുതൽ അറിയുക ഇയാളെ. അതിനെ കുറിച്ചൊന്ന് പറയാമോ? അദ്ദേഹത്തിനൊപ്പം ചേർന്ന, അല്ലെങ്കിൽ ഒരു കുട്ടി, അദ്ദേഹത്തിന്റെ അവിടെ ഉണ്ടായിരുന്ന ഒരു കുട്ടിയുടെ അമ്മ, അവരാണ് ഇതിന് പിന്നിലെന്നാണ് പറയുന്നത്. ചിത്രയാണ്. അവരുടെ അനുഭവങ്ങൾ തന്നെയാണ് എഴുതുന്നത്. അതുകൊണ്ട് ഞാനൊക്കെ പറയുന്നതിനേക്കാൾ കൂടുതൽ വെയിറ്റേജ് ചിത്രയുടെ വാദങ്ങൾക്ക് തന്നെയാണുള്ളത്. തീർച്ചയായും ചിത്രയെ നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട് ടെലിഫോണില്. എങ്കിലും പ്രീതയോട് ഞാൻ ചോദിക്കുകയാണ്, പ്രീതയും അങ്ങനെ ഒരു അമ്മയാണ് അല്ലെ? അതിന്റെ ബുദ്ധിമുട്ടുകൾ ഏറെ അറിയുന്ന ആളാണ്. അതെ, പലർക്കും ഈ പറഞ്ഞതുപോലെ അതിന്റെ ബുദ്ധിമുട്ട് മാത്രമല്ല, ഞാന് ഇവിടെ ഇരുന്ന് ഈ വിഷയത്തില് ഓട്ടിസത്തെ കുറിച്ച് എഴുതുന്നത് കൊണ്ട് ഈ കേരളത്തിൽ എന്നെ അമ്മമാര് വിളിക്കാത്ത സ്ഥലങ്ങളില്ല. ഞാൻ ഒരു മാസം കുറഞ്ഞത് 15 പേരെങ്കിലും എന്റെ ഈ ഫോണില് അപ്പുറത്തിരുന്ന് മണിക്കൂറുകൾ കരയുന്നത് മാത്രം ഞാൻ കേൾക്കുന്ന ആളാണ്. 2 മാസം മുമ്പ്, 2 മാസമല്ല 2 ആഴ്ചക്ക് മുമ്പായിരിക്കും, വയനാട്ടിൽ നിന്ന് ഒരു പെൺകുട്ടി വിളിച്ചിട്ട്, അവളുടെ മോളുണ്ട്, ഓട്ടിസം ഉള്ള കുട്ടിയാണ്. 1/2 മണിക്കൂർ അവര് കരഞ്ഞു. ഒരാൾക്കുണ്ടാകുന്ന സ്ട്രെസ് എന്തോരായിരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്ക്. അതെ, തീർച്ചയായും.
ശ്രീ ജി പി പ്രീത, അമ്മമാർക്ക് ഈ കുട്ടികളെക്കാളും കൂടുതൽ ട്രീറ്റ്മെന്റും കൗൺസിലിംഗ് ആവശ്യമുള്ള ഈ അമ്മമാർക്കാണ്. എന്ത് സപ്പോർട്ടാണ് ഈ സർക്കാർ കൊടുക്കുന്നത് അവർക്ക്? അതെ, വ്യക്തമാണ് താങ്കളുടെ ചോദ്യം. താങ്കൾ ഒന്ന് തുടരണം ടെലിഫോൺ ലൈനിൽ. ഇപ്പോൾ ശ്രീ ഹരീഷ് വാസുദേവൻ കൂടി നമുക്കൊപ്പം ടെലിഫോൺ ലൈൻ ചേരുന്നുണ്ട്. ശ്രീ ഹരീഷ് വാസുദേവൻ, താങ്കൾ ഒരു പോസ്റ്റ് ഇടുകയും അത് പിന്നീട് തിരുത്തിയിടുകയും ചെയ്തു ഫേസ്ബുക്കിൽ. ഈ ഗോപിനാഥ് മുതുകാടിന്റെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ഈ അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ടൊക്കെ നടക്കുന്ന, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഗോപിനാഥ് മുതുകാടിന് മാത്രം സർക്കാർ സഹായം നൽകുന്നു എന്നുള്ള വലിയ ചോദ്യം പ്രീതയെ പോലെ ചിത്രയെ പോലെയുള്ളവർ ഉയർത്തുമ്പോൾ താങ്കൾ എന്താണ് ഇപ്പോൾ ഈ സമയത്ത് മനസ്സിലാക്കുന്നത്? ആ ചോദ്യം വളരെ ജെന്യൂൻ അല്ലേ? ആ ചോദ്യം ആരും ചോദിച്ചു പോകുന്ന ചോദ്യം തന്നെയാണ്. അതായത് ശ്രീ ഗോപിനാഥ് മുതുകാട് ചെയ്യുന്നുവെന്ന് പറയുന്ന സംഗതികൾ എനിക്ക് അദ്ദേഹത്തിന്റെ നേരിട്ട് പോയി കണ്ട അനുഭവമില്ല, പരിചയമില്ല, കേട്ടുകേൾവി മാത്രമേ ഉള്ളൂ. അദ്ദേഹം എന്തും ചെയ്യട്ടെ, അദ്ദേഹം ഒരു ഡേ കെയർ നടത്തുന്നുവെന്നാണ് വിവരാവകാശ നിയമപ്രകാരം കിട്ടിയ രേഖകളിൽ നിന്ന് മനസ്സിലാവുന്നു. അദ്ദേഹം നടത്തുന്ന കലാപ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തട്ടെ. പക്ഷെ എനിക്ക് വേണമെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് ഞാൻ കിട്ടിയ ശമ്പളത്തിൽ നിന്ന് ചിലപ്പോൾ വേണമെങ്കിൽ ഇത്തരം ആളുകൾക്ക് പണം കൊടുത്തേക്കാം. അത് എന്റെ സ്വാതന്ത്ര്യവും എന്റെ ഇഷ്ടവുമാണ്. പക്ഷെ സംസ്ഥാന സർക്കാരോ അല്ലെങ്കിൽ സാംസ്കാരിക വകുപ്പോ മറ്റേതെങ്കിലും വകുപ്പോ സോഷ്യൽ സെക്യൂരിറ്റി മിഷനോ ഇത്തരം സംരംഭങ്ങൾക്ക് 1 രൂപ കൊടുക്കുമ്പോൾ അത് എന്റെയും കൂടി നികുതി പണമാണ്. ആ നികുതി പണം എടുത്ത് ചെലവാക്കുമ്പോൾ ഇവിടെ 800 രൂപ ക്ഷേമ പെൻഷൻ കിട്ടാത്ത ആളുകൾ കാത്തു നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. ഇവിടെ സ്റ്റാമ്പ് ഒട്ടിക്കാൻ പൈസ ഇല്ലാത്തൊരു സർക്കാരാണ്. ആ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ മേഖലയിൽ പണം ചെലവഴിക്കുമ്പോൾ പ്രീതയെ പോലെയുള്ള ആളുകൾ ഉന്നയിക്കുന്ന ചോദ്യം വളരെ ജെന്യൂൻ ആയിട്ടുള്ള ചോദ്യമാണ്. അക്കൗണ്ടബിലിറ്റി ഇല്ലാതെ ഇപ്പൊ എനിക്ക് സർക്കാരിലുള്ള പിടിപാട് വെച്ചോ സർക്കാരിലെ മന്ത്രിമാരെ ചിരിച്ചു കാണിക്കാൻ കഴിയുമെങ്കിലോ പണം സമ്പാദിക്കുക എന്ന് പറയുന്നത് കേരളത്തിൽ ഒട്ടും പുതുമയുള്ള കാര്യമല്ല. ചീഫ് സെക്രട്ടറിയെയും സെക്രട്ടറിമാരെയും രാത്രിയും പകലും സൗഹൃദം സ്ഥാപിച്ച് വിളിക്കാൻ കഴിയുന്ന ആർക്കും കേരള സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് പണം അടിച്ചുകൊണ്ട് പോകാം എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പല നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും. ഞാൻ നല്ല കാര്യം അല്ലെന്ന് പറയുന്നില്ല, നല്ല കാര്യമാണെങ്കിൽ നടക്കട്ടെ. പക്ഷേ സർക്കാരിൽ നിന്ന് പണം ചെലവഴിക്കുമ്പോൾ അത് IAS-കാരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പൈസയല്ല, അത് മുഖ്യമന്ത്രിയുടെയോ മന്ത്രിമാരുടെയോ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പൈസയല്ല, അത് പൊതു ഖജനാവിൽ നിന്ന് പണം ചെലവാക്കുമ്പോൾ കൃത്യമായും സുതാര്യമായും ആളുകൾക്ക് മനസ്സിലാവുന്ന വിധത്തിലുള്ള മാനദണ്ഡങ്ങൾ കൊണ്ടുവന്നായിരിക്കണം. ഒരു ബജറ്റിൽ വകയിരുത്തിയാണ് 75 ലക്ഷം രൂപ കൊടുത്തിരിക്കുന്നത്. ഈ ബജറ്റിൽ വകയിരുത്തുമ്പോൾ ധനകാര്യമന്ത്രി എന്ത് മാനദണ്ഡമാണ് പാലിച്ചത്? കേരളത്തിൽ ഇത്തരത്തിലുള്ള കുട്ടികളെ പരിപാലിക്കുന്ന സെന്ററുകൾ വേറെ ഇല്ലേ? അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള പോഷണങ്ങൾ കൊടുക്കുന്ന ആളുകൾക്ക് പണം കൊടുക്കും സർക്കാർ നേരത്തെ വാഗ്ദാനം ചെയ്തിട്ടുണ്ടോ? ഇതൊന്നുമില്ല. സർക്കാരിൽ നിന്ന് പണം കിട്ടാൻ എല്ലാവർക്കും അർഹതയുണ്ടെന്നിരിക്കെ ഗോപിനാഥ് മുതുകാടിന്റെ സെന്ററിന് മാത്രം എന്തുകൊണ്ട് പണം കൊടുക്കുന്നു എന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഈ സർക്കാരിന്റെ സംവിധാനങ്ങളും മറുപടി പറഞ്ഞേ മതിയാവും. അദ്ദേഹത്തെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്നതോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടി കാര്യങ്ങൾ അറിയാവുന്ന ആളുകളോ പറയുന്ന കാര്യത്തോട് എനിക്കറിയില്ല. അത് അറിയുന്നവരെ ഞാൻ പ്രതികരിക്കാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഈ പറഞ്ഞ കാര്യം സർക്കാരിൽ നിന്ന് പണം കൊടുക്കുമ്പോൾ ഗോപിനാഥ് മുതുകാടിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിന് മാത്രം പണം കൊടുക്കുന്നു, ബാക്കിയുള്ള ആളുകൾക്ക് പണം കൊടുക്കുന്നില്ല എന്നുള്ളതിനേക്കാൾ ഗുരുതരമായ പ്രശ്നമാണ് സർക്കാർ ഇതിന് കൃത്യമായി ക്രൈറ്റീരിയ കൊണ്ടുവരുന്നില്ല എന്നുള്ളത്. നിങ്ങൾ പണം കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നാട്ടുകാരോട് പറയൂ, ഇതാ ഇങ്ങനെ ഒരു സംരംഭം നടത്തിയാൽ പണം തരാം. സർക്കാർ പറയാറില്ലേ സ്വയം തൊഴിൽ കണ്ടെത്താൻ ആളുകൾക്ക് 10 ലക്ഷം രൂപ തരാമെന്ന് പറയും. ആളുകൾ സ്വയം തൊഴിൽ കണ്ടെത്തുമ്പോൾ പൈസ കൊടുക്കും എന്ന് പറഞ്ഞ പോലെ സുതാര്യവും ആളുകൾക്ക് ബോധ്യപ്പെടുന്ന രീതിയിലുള്ള ഒരു ക്രൈറ്റീരിയ കൊണ്ടുവരാതെ, ഒരു മാനദണ്ഡം കൊണ്ടുവരാതെ ഗവൺമെന്റ് പണം കൊടുക്കുന്നതിനെ നഗ്നമായ അഴിമതി എന്നാണ് വിളിക്കുന്നത്. അത് അദ്ദേഹം അഴിമതിയിൽ പങ്കെടുത്തുവെന്നോ അദ്ദേഹത്തിന്റെ സ്ഥാപനം നാളെ അടച്ചുപൂട്ടിയിട്ട് ഇത് ഇങ്ങനെ ചെയ്യണമെന്നോ അല്ല ഞാൻ പറയുന്നത്. മറിച്ച് ഇത് സ്വജനപക്ഷപാതമാണ്. ഇത് നാട്ടിൽ വളരെ കോമൺ ആയിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. അതായത് സ്വജനപക്ഷപാതം ഒന്നും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു ജനതയാണ് കേരളത്തിലുള്ളതെന്നാണ് കേരളം ഭരിക്കുന്ന ആളുകൾ വിചാരിക്കുന്നത്. അത് ശരിയായ നടപടിയല്ല. ഞാൻ ശ്രീ മുതുകാടിന്റെ വ്യക്തിപരമായ ഒരു സംഗതിയെ പറ്റിയേ അല്ല പറയുന്നത്. നാളെ ഞാൻ തുടങ്ങിയാലും, ഞാൻ എന്റെ സൗഹൃദങ്ങൾ ഉപയോഗിച്ച് എന്റെ സ്ഥാപനത്തിന് പണം കണ്ടെത്തിയാലും അത് തെറ്റാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഈ സർക്കാർ ഖജനാവിൽ നിന്ന് പണം ചെലവാക്കുമ്പോൾ ഈ കുട്ടികൾക്ക്, ഇത്തരം കുട്ടികൾക്ക് ശ്രമകരമായി ചെയ്യുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ ഈ നാട്ടിലുണ്ട്. ശ്രീ ഹരീഷ്, താങ്കൾ ഇതുമായി ബന്ധപ്പെട്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നല്ലോ, അതിനുശേഷം താങ്കൾ അത് പുതുക്കിയിടുകയും ചെയ്തിരുന്നല്ലോ. താങ്കൾ അദ്ദേഹം വിളിച്ചപ്പോൾ താങ്കൾ സംസാരിച്ചിരുന്നോ? അല്ല, ഞാൻ അദ്ദേഹം വിളിച്ചിട്ട് പ്രധാനമായിട്ട് എന്നോട് പറഞ്ഞത് അദ്ദേഹത്തിന്റെ സ്ഥാപനം ഓഡിറ്റ് ഇല്ലാതെയാണ് ഈ പണം ചെലവഴിക്കുന്നത് എന്ന വാദം ശരിയല്ല. ഞാനത് മാനിക്കുന്നു. തീർച്ചയായിട്ടും ഓഡിറ്റ് ഉണ്ടാവും. ഓഡിറ്റ് ഇല്ല എന്ന് പറയുന്നത് ഒരുപക്ഷെ പുറത്തു നോക്കുമ്പോൾ തോന്നിയതായിരിക്കാം. ഓഡിറ്റ് ഉള്ള സ്ഥാപനമാണെന്ന് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഞാൻ മുഖവിലേക്ക് എടുക്കുകയാണ്. കാരണം സർക്കാരിൽ നിന്ന് പണം കൊടുക്കുമ്പോൾ നമുക്കറിയാം കൃത്യമായി ഓഡിറ്റ് ഉണ്ടാവണം. സർക്കാർ ഓഡിറ്റ് ചെയ്യണം, അതുപോലെ സ്വകാര്യ ഓഡിറ്റിംഗും ഉണ്ടാവും. ഓഡിറ്റിംഗ് ഉണ്ടാവട്ടെ, അത് ഉണ്ടാവുന്നത് നല്ല കാര്യം തന്നെയാണ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഈ ഓഡിറ്റ് നടത്തി എന്ന് പറയുന്ന റിപ്പോർട്ടുകൾ പബ്ലിക്കിന് അവൈലബിൾ ആക്കണം. കാരണം അപ്പോഴാണ് സംശയങ്ങൾ ദൂരീകരിക്കാൻ കഴിയുക. അദ്ദേഹം പറഞ്ഞു അത് തീർച്ചയായിട്ടും പരിശോധിക്കാം, എനിക്ക് അവിടെ ചെന്ന് പരിശോധിക്കാം. ഞാൻ തീർച്ചയായിട്ടും പരിശോധിക്കാൻ സമയം കണ്ടെത്തും, പരിശോധിക്കും. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ആളുകളോട് പറയുകയും ചെയ്യും. അതോടൊപ്പം ഞാൻ പറയുന്നത് അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിന് എതിരായിട്ടുള്ള ഒരു പോസ്റ്റ് എന്നുള്ള തരത്തിൽ വ്യാഖ്യാനിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ശ്രീ ഗോപിനാഥ് മുതുകാടിന് പണം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് മാത്രമല്ല വിഷയം സർക്കാർ
ഇതുമായി ബന്ധപ്പെട്ട് പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് സ്വതന്ത്രമായി പറയാൻ കഴിയണം, സ്വന്തം വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യണം. അത് വേറൊരാൾ പറയാൻ നിൽക്കുന്ന എന്തിനാ? എനിക്ക് 10 രൂപ കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ വെബ്സൈറ്റിൽ എനിക്ക് 10 രൂപ കിട്ടിയിട്ടുണ്ട്, ഞാൻ ഈ 10 രൂപയിലോ 5 രൂപ ഇങ്ങനെയാണ് ചെലവഴിച്ചത്, ഇനി 5 രൂപ ഇങ്ങനെയാണ് ചെലവഴിക്കാൻ പോകുന്നത് പറഞ്ഞാൽ എന്താ? അത് സർക്കാരിന്റെ പണത്തിന്റെ കാര്യം മാത്രമല്ല. പ്രീതയും ചിത്രയും ഒക്കെ പറയുന്നത് ഇത് ഓഡിറ്റിംഗിന്റെ പ്രശ്നമേ അല്ല, അങ്ങനെ ഒരു ചോദ്യമേ അവർ ഉയർത്തിയിരുന്നില്ല എന്നുള്ളതാണ് അവരുടെ വിഷയം. അതുകൊണ്ടാണ് ഞാൻ എന്റെ ഭാഗത്തുനിന്ന് വന്ന ഒരു തെറ്റായതുകൊണ്ടാണ് ഓഡിറ്റിംഗ് എന്ന വാക്ക് ഞാൻ പിൻവലിച്ച് ഞാൻ വളരെ കൃത്യമായി വളരെ കാര്യക്ഷമമായി കുറച്ച് ദീർഘമായി തന്നെ ഞാൻ ഇത് പറയുന്നത്. ഇത് ഓഡിറ്റിംഗിന്റെ പ്രശ്നമല്ല, അത് പിന്നെ സർക്കാരിന്റെ പണം മാത്രമാകുന്നതിന്റെ പ്രശ്നവുമല്ല. ബഹുമാനപ്പെട്ട യൂസഫ് അലി അദ്ദേഹം പണം കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്, നല്ല കാര്യമാണ്. ഇങ്ങനെ ചാരിറ്റിയുമായി ആളുകൾ മുമ്പോട്ട് വരട്ടെ. ക്രൗഡ് സോഴ്സ് ഫണ്ടിങ്ങിലൂടെ ഇത്തരം കുട്ടികൾക്ക് വേണ്ടി ഒരു സ്ഥാപനം നടത്തുന്നത് നല്ല കാര്യമല്ലേ? നമ്മളൊക്കെ പണം കൊടുക്കാൻ തയ്യാറല്ലേ? പക്ഷേ ക്രൗഡ് സോഴ്സിംഗ് വഴി പണം കണ്ടെത്തുന്നത് ഗോപിനാഥ് മുതുകാടായാലും ഫിറോസ് കുന്നംപറമ്പിലായാലും ഞാനായാലും നിങ്ങളായാലും അതിന് സുതാര്യത വേണം. പിരിക്കുന്നത് നാട്ടുകാരുടെ പൈസയാണ്, അത് എങ്ങനെ ചെലവഴിക്കുന്നു, എത്ര രൂപ കിട്ടി എന്നുള്ളത് നാട്ടുകാരോട് പറയാനുള്ള സ്വയം സുതാര്യത എന്ന് പറയുന്ന ഒരു സംഗതി വളരെ പ്രധാനമാണ്. ഇത് ആളുകൾ ചോദിക്കാൻ നിൽക്കുന്ന എന്തിനാ? ശ്രീ ഹരിശ്വാസവൻ, നമ്മൾ വ്യക്തിപരമായ ആക്ഷേപമല്ല അധിക്ഷേപമല്ല എന്ന് പറയുമ്പോഴും ശ്രീ ഗോപിനാഥ് മുതുകാടിനെ പോലെ ഒരാൾക്കെതിരെ ആരോപണം വരുമ്പോൾ അത് തീർച്ചയായും വ്യക്തിപരം കൂടിയാകില്ലേ? പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ മറുപടിയിൽ അപർണയുടെ Q18 അദ്ദേഹം മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്: എന്റെ ഒപ്പം നിന്ന് പ്രവർത്തിച്ച ഒരാൾ, അവർ പുറത്തുപോയി ഉണ്ടാക്കുന്ന ചില കാര്യങ്ങളാണ്, അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല എന്നാണ് പറയുന്നത്. അയ്യോ അത് അദ്ദേഹം തെറ്റിദ്ധരിക്കുന്നതാണ്. എനിക്ക് ചിത്രയെയോ പ്രീതയെയോ വ്യക്തിപരമായ അവരുടെ കാര്യങ്ങളോ ഒന്നും എനിക്കറിയില്ല. അവരുന്നയിക്കുന്ന ഒരു പൊതു പ്രശ്നമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും എന്റെ കാര്യം ഞാൻ പറയാം. ശ്രീ ഗോപിനാഥ് മുതുകാടുമായി വളരെ ദീർഘകാലമായിട്ട് അദ്ദേഹത്തെ ദൂരെ നിന്ന് കാണുന്ന അദ്ദേഹത്തിന്റെ മാജിക്കിന്റെ ശ്രമങ്ങളെ, ശാസ്ത്രത്തിന് വേണ്ടി അദ്ദേഹം മാജിക്, അതായത് അദ്ദേഹം ഈ നാട്ടിൽ നടക്കുന്ന അന്ധവിശ്വാസങ്ങൾക്കെതിരെ മാജിക്കിലൂടെ പോരാടിയ ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് മുതുകാടിനോട് വലിയ സ്നേഹമുള്ള ആളാണ്. ഞാൻ മുതുകാടിനെ വ്യക്തിപരമായി ആക്ഷേപിക്കാനോ അധിക്ഷേപിക്കാനോ ഉദ്ദേശിക്കുന്നേയില്ല. മാത്രമല്ല ശ്രീ മുതുകാടിനെ പോലെ ആളുകൾ ഈ മേഖലയിലേക്ക് വന്ന് ഈ പാവപ്പെട്ട കുട്ടികളുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്തിയാൽ നല്ലതാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ അതിന് നടത്തുന്ന എല്ലാ ശ്രമങ്ങളും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ്. പക്ഷേ അദ്ദേഹം പറയുന്ന ഈ നിലപാട് ശരിയല്ല. അതായത് ക്രൗഡ് സോഴ്സിംഗിൽ നിന്ന് ഫണ്ട് കിട്ടുമ്പോൾ അത് യൂസഫ് അലി കൊടുക്കുന്ന പൈസ ആയിക്കോട്ടെ, ഞാൻ കൊടുക്കുന്ന പൈസ ആയിക്കോട്ടെ, നിങ്ങൾ കൊടുക്കുന്ന പൈസ ആയിക്കോട്ടെ, ആ പൈസ ക്രൗഡ് സോഴ്സിംഗ് വഴിയാണ് കിട്ടുന്നതെങ്കിൽ അതിന് ആളുകൾക്ക് മനസ്സിലാവും വിധത്തിലുള്ള ഒരു സുതാര്യത വേണം. ഇതാ എനിക്ക് ഇത്ര രൂപ കിട്ടി, ഞാൻ ഇത്ര രൂപയാണ് ഇന്ന കാര്യത്തിനാണ് ചെലവഴിക്കുന്നത്, അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും വേണ്ട. ആർക്ക് എത്ര രൂപ കൊടുത്തു എന്ന് പറയുന്നത് ശരിയല്ല, അത്രയും ഡീറ്റെയിൽസിലേക്ക് പോകണ്ട. പക്ഷെ ഇതാണ് എനിക്ക് ആകെ കിട്ടിയ വരുമാനം, ഇതാണ് ഞാൻ ചെലവഴിക്കുന്നത് എന്ന് ആളുകളോട് പറയാനുള്ള ഒരു സുതാര്യത. ഞാൻ അതുകൊണ്ടാണ് പറയുന്നത് ഇത് മുതുകാടെന്നത് വിഷയമേ അല്ല ഇതിനകത്ത്. ഞാൻ ഈ വിഷയം ആദ്യമായിട്ടല്ലല്ലോ ഉന്നയിക്കുന്നത്. ഞാൻ ഫിറോസ് കുന്നംപറമ്പിൽ കേരളത്തിൽ നടന്ന് പിരിക്കുമ്പോൾ അത്തരത്തിലുള്ള ചാരിറ്റി നന്മ മരങ്ങൾ പണം പിരിക്കുന്നതിന് അക്കൗണ്ടബിലിറ്റി കൊണ്ടുവരണം എന്ന് പറഞ്ഞ ആളാണ്. ഇത് ഞാൻ മാത്രമല്ല, ജസ്റ്റിസ് CB സുരേഷ് കുമാർ സാറ് കേരള ഹൈക്കോടതിയിലെ ജഡ്ജിയാണ്. അദ്ദേഹം ഈ കേസ് കേട്ടുകൊണ്ടിരിക്കുക. അദ്ദേഹം സർക്കാരിന് കൊടുത്ത ഇന്ററിം ഓർഡർ നമ്മുടെയൊക്കെ മുമ്പിലുണ്ടില്ലേ? ഇത്തരത്തിൽ ചാരിറ്റിയുടെ പേരിൽ പണം പിരിക്കുന്ന ആളുകളെ ഗവൺമെന്റ് എങ്ങനെയാണ് റെഗുലേറ്റ് ചെയ്യാൻ പോകുന്നത് എന്ന ചോദ്യം അദ്ദേഹം ഗൗരവമായി ചോദിച്ചു. അതിന്റെ അർത്ഥം നാളെ അവരിൽ നിന്ന് ടാക്സ് പിരിക്കണം എന്നല്ല, നാളെ അവിടെ പോലീസ് കയറണം എന്നല്ല, മറിച്ച് ഇങ്ങനെ പിരിച്ചെടുക്കുന്ന പണത്തിന് പബ്ലിക് അക്കൗണ്ടബിലിറ്റി കൊണ്ടുവന്നേ മതിയാവൂ. അതിനർത്ഥം ഞാൻ നാളെ മുതൽ നിർത്തിപ്പോകുന്നല്ല, അങ്ങനെ പറയാൻ പാടില്ല. ശ്രീ ഹരിശ്വാസവൻ, ഒരു കാര്യം കൂടി, താങ്കൾ ഈ വിഷയത്തിൽ ഇടപെട്ടയാൾ എന്ന നിലയിൽ ഇനി ഇതിന്റെ മുന്നോട്ട് പോക്ക് അത് താങ്കൾ എങ്ങനെയാണ് കരുതുന്നത്? അതിൽ എങ്ങനെ ഇടപെടാമെന്നാണ് താങ്കൾ വിചാരിക്കുന്നത്? ഒന്നാമത്തെ കാര്യം, ഇത് ഞാൻ എന്തെങ്കിലും ഒരു വലിയ വിഷയത്തിൽ ഇടപെട്ടു അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും അതിനകത്ത് ചെയ്യുന്നു, ഞാൻ അങ്ങനെ കരുതുന്നേയില്ല. സോഷ്യൽ മീഡിയയിലുള്ള ആയിരക്കണക്കിന് ആളുകളിൽ ഒരാൾ എന്നുള്ള നിലയ്ക്ക്, അത്യാവശ്യം നിയമം പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് ഞാൻ ഈ വിഷയത്തിൽ ഇതിനകത്തൊരു ജെന്യൂനിറ്റി ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് ഷെയർ ചെയ്തതാണ്. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഞാൻ ഇനി മുമ്പോട്ട് എങ്ങനെ പോകുന്നുള്ളത്. ഞാൻ ഇന്നലെ ഈ പോസ്റ്റ് ഇട്ടതിന് ശേഷം 24 മണിക്കൂർ കഴിഞ്ഞു എന്നെ തിരുവനന്തപുരത്ത് നിന്നും അല്ലാത്ത സ്ഥലങ്ങളിൽ നിന്നും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ വിളിച്ചു. എന്റെ ഫോൺ നിരന്തരമായി ഇന്നലെ സംസാരിക്കുകയായിരുന്നു. അവർ മെസ്സേജുകൾ അയച്ചു. അതിൽ സമൂഹത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന ആളുകൾ മുതൽ ഭരണത്തിലിരിക്കുന്ന ആളുകൾ മുതൽ ഭരണാധികാരികൾ വരെയുള്ള ആളുകളുണ്ട്. അവരെല്ലാവരും എന്നെ വിളിച്ചു വെച്ചിട്ട് പറഞ്ഞത് ഇതൊരു ജെന്യൂനായ ഇഷ്യൂ ആണ് നിങ്ങൾ റേസ് ചെയ്യുന്നത്. ഞാൻ അപ്പോഴാണ് മനസ്സിലാക്കിയത് ഇവരെല്ലാം മനസ്സിൽ ഇത് കൊണ്ടു നടന്നിട്ട് പറയാതിരിക്കുകയാണെന്ന് തോന്നുന്നത്. അതൊരു പക്ഷേ ശ്രീ ഗോപിനാഥ് മുതുകാട് അറിയുന്നുണ്ടാവില്ല. അവരുടെ എല്ലാം മനസ്സിൽ ഈ ചോദ്യമുണ്ട്. അവരെല്ലാവരും ഈ ചോദ്യം എന്നോട് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് ഞങ്ങളുടെ പേര് പറയരുതേ, കാരണം അദ്ദേഹമായിട്ട് വളരെ നല്ല സൗഹൃദത്തിലാണ്, അദ്ദേഹം ഞങ്ങളെ തെറ്റിദ്ധരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇത് പുറത്തു പറയാൻ ആരെങ്കിലും തയ്യാറാവുന്നില്ല എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിനോട് ഈ ചോദ്യം ചോദിക്കാൻ തയ്യാറുള്ള ഒരുപാട് പേര് അദ്ദേഹത്തിന് ചുറ്റിനുമുണ്ട്. അത് അദ്ദേഹത്തോട് മാത്രമല്ല, നേരത്തെ ഫിറോസ് കുന്നംപറമ്പിലിനെ പോലുള്ള ആളുകൾ പണം പിരിച്ചെടുത്തപ്പോൾ ഈ ചോദ്യം ഉണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും മാജിക് അക്കാഡമി അല്ലെങ്കിൽ പുതിയ ഒരു സംരംഭം തുടങ്ങുമ്പോൾ അത് മുന്നോട്ട് പോകുന്നതോടൊപ്പം അവരുന്നയിക്കുന്ന ജെന്യുവൻ ആയിട്ടുള്ള ഇഷ്യൂസ്, ഇപ്പൊ പ്രീത ഈ ചർച്ചയ്ക്ക് എനിക്ക് മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ എന്താണ്? കേരളത്തിൽ ഒരു വീട്ടിൽ ഒരു കുട്ടിയെ, ഇത്തരത്തിലൊരു കുട്ടിയെ നോക്കേണ്ടത് അച്ഛന്റെ അമ്മയുടെ മാത്രം ഉത്തരവാദിത്വം ആവുന്നത് എങ്ങനെയാണ്?
എന്തുകൊണ്ടാണ് സർക്കാരിന് അതൊരു ബുദ്ധിമുട്ടല്ല, ബാധ്യതയല്ലാത്തത്? അത് സർക്കാരിന്റെ ഉത്തരവാദിത്വമല്ലേ അത്തരം ഫെസിലിറ്റീസ് കൊടുക്കേണ്ടത്? അപ്പോൾ 2 കോടി രൂപയൊക്കെ ഇതിനുവേണ്ടി ചെലവഴിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനകത്ത് ഗവൺമെന്റിന്റെ ഒരു ഉത്തരവാദിത്വം വരുന്നുണ്ട്, ഗവൺമെന്റിന്റെ അക്കൗണ്ടബിലിറ്റി വരുന്നുണ്ട്. നമ്മൾ ചോദ്യം ചോദിക്കുന്നത് ഗവൺമെന്റിനോടാണ്. നമ്മൾ ഈ ഗോപിനാഥ് മുതുകാടോ എക്സോ വൈയോ ഒന്നും നമ്മുടെ മുമ്പിൽ ഒരു പ്രശ്നമേ അല്ല. ശരി, വളരെയധികം നന്ദി ശ്രീ ഹരീഷ് വാസ്തവൻ ഞങ്ങളോട് പ്രതികരിച്ചാൽ. ഇപ്പോൾ GP പ്രീത തുടരുന്നുണ്ട്. പ്രീത, നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഹരീഷ് വാസ്തവനെ കിട്ടിയപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് പോവുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റും വളരെ വൈറലായിരുന്നല്ലോ. പ്രീത, ഇപ്പോൾ ഹരീഷ് വാസ്തവൻ പറഞ്ഞതുപോലെ അതുപോലെ തന്നെയാണോ കാര്യങ്ങൾ? നിങ്ങൾ ചോദിക്കുന്നത് സർക്കാരിനോടാണോ, ഭരണകൂടത്തോടാണോ? ഗോപിനാഥ് മുതുകാട് എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ചും പോസ്റ്റിൽ പരാമർശങ്ങളുണ്ട്. വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് ഞാൻ അദ്ദേഹത്തെ പേഴ്സണലായിട്ട് അറിയില്ല. എനിക്ക് ഈ നാട്ടിലുള്ള ബഹുഭൂരിപക്ഷം മനുഷ്യരെ എങ്ങനെ അറിയുന്നത് പോലെ എനിക്കും അറിയുള്ളൂ. എനിക്ക് പിന്നെ ഈ പറയുന്ന മോട്ടിവേഷനൊന്നും താല്പര്യമില്ലാത്തത് കൊണ്ട് ഞാൻ ശ്രദ്ധിക്കാറില്ല എന്താ പറയണെന്ന്. ഇത്തരം മോട്ടിവേഷനുകളൊന്നും അല്ല നമുക്ക് ആവശ്യമുണ്ട്. വളരെ എന്താ പറയാ, ബാലരമ പൂമ്പാറ്റ തലത്തിലുള്ള കഥകൾ പറഞ്ഞ ആൾക്കാരെ എങ്ങനെയാണ് മോട്ടിവേറ്റ് ചെയ്യുന്നതെന്നുള്ളതിന്റെ ഒന്നും മനഃശാസ്ത്രമൊന്നും എനിക്കറിയില്ല. അതുകൊണ്ട് അതെന്റെ വിഷയമല്ല. അയാൾ ആരാണെന്നുള്ളതും എന്റെ വിഷയമല്ല. പക്ഷെ ഭിന്നശേഷി അസെ സമഗ്രമായി എടുത്തു കഴിഞ്ഞാല് ഇയാൾ ആ മേഖലയ്ക്ക് ചെയ്യുന്നത് ദോഷമാണെന്നുള്ളതാണ് എന്റെ വാദം. വ്യക്തമാണ്. മറ്റൊരു കാര്യം കൂടിയുണ്ട്. അദ്ദേഹം ആരാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ, എന്തറിയാം അദ്ദേഹത്തിന് ഈ മേഖലയെ കുറിച്ച് എന്നൊരു ചോദ്യമില്ലേ? അതുണ്ട്. അതിന് ഞാൻ ഏറ്റവും ചെറിയ ഉദാഹരണത്തിൽ പറയാം. അയാൾക്ക് ഓട്ടിസം എന്താണെന്ന് പോലും അറിയില്ല. കാരണം അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ എന്തോ ഒരു പ്രോഗ്രാം നടത്തിയപ്പം ഒരു കുട്ടി അവന്റെ അമ്മയെ വളരെ നിസ്സാര കാര്യത്തിന് അവന്റെ അമ്മയെ എടുത്തിട്ട് അടിക്കാണ്. നമ്മളൊക്കെ ഇഷ്ടംപോലെ തല്ലുകൊണ്ട ആളുകളാണ് കുട്ടികളുടെ ടീനേജിലും മറ്റും. അപ്പം ഇയാൾ വളരെ അതിശയത്തില് അത്രയും വൾണറബിൾ ആയിട്ടുള്ള സ്റ്റേജിലുള്ള കുട്ടീന്റെ വീഡിയോ എടുത്തിട്ട് ഇയാള് പോസ്റ്റ് ചെയ്യാണ് പബ്ലിക്കായിട്ട്. പിന്നെ പല ആൾക്കാർ ഇതിനെതിരെ പ്രതിഷേധിച്ചപ്പോൾ അപ്പോഴാണ് അയാൾ പുറകോട്ട് പോയി തന്നെ ഇതുപോലത്തെ പല വീഡിയോകളും ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു അയാൾ. കാരണം ഇയാളങ്ങ് അതിശയപ്പെടുകയാണ് കുട്ടിയെ തല്ലി എന്നുള്ളത്. ഇയാൾ ഓട്ടിസമുള്ള ഒരു കുട്ടീനെ നേരിട്ട് കണ്ടിട്ടില്ല, അതാണ്. പക്ഷെ ഇയാൾ കാശ് വാങ്ങിക്കുന്നത് മുഴുവൻ ഓട്ടിസത്തിന്റെ പേര് പറഞ്ഞിട്ടാണ്. മറ്റൊരു വലിയ ആരോപണം ഈ മുതുകാടിന്റെ പല പരിപാടികളിലും മോശം കഥകളാണ് ഇയാൾ പറയുക പബ്ലിക്കിനോട്. അതെ പ്രീത, ഈ മാജിക് പ്ലാനറ്റിനെ കുറിച്ചും പല ഫീച്ചറുകൾ, പല പരിപാടികളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ കുട്ടികളെ കെട്ടിപ്പിടിക്കുന്ന, ഓട്ടിസം ബാധിച്ച കുട്ടികളെ കെട്ടിപ്പിടിക്കുന്ന മുതുകാടിനെയൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷെ അതും പ്രീതയുടെയും ചിത്രയുടെയും ഒക്കെ പോസ്റ്റിൽ പരാമർശിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയാമോ, ഈ ഇദ്ദേഹത്തിന്റെ വെബ്സൈറ്റിൽ തന്നെ വളരെ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട് 75% ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികളാണ്. ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികൾ എന്താണെന്നറിയാം, അവർ വളർന്നു വരുമ്പോഴത്തേക്കിനും അവരവരുടെ ബുദ്ധിയൊക്കെ വികസിച്ച് കുറച്ച് മിടുക്കന്മാരാവും. അതുപോലെ ഓൾമോസ്റ്റ് അവരെ ഒരു വലിയ പ്രശ്നമൊന്നും ഇല്ലാത്ത ഒരു 10-20 വയസ്സൊക്കെ ആകുമ്പോഴത്തേനും അവര് ഓൾമോസ്റ്റ് നോർമലാകെ, കംപ്ലീറ്റ് നോർമൽ എന്നൊന്നും പറയാൻ പറ്റില്ല. അവര് ആടാൻ പറഞ്ഞാൽ ആടും, പാടാൻ പറഞ്ഞാൽ പാടും. അത് ഭയങ്കര ക്യൂട്ടാണ് അതിന്റെ ആ തലത്തിൽ നിൽക്കുന്ന കുട്ടികൾ. അങ്ങനെയുള്ള കുട്ടികളാണ് അയാളുടെ സ്ഥാപനത്തിൽ കൂടുതലും. അതിന് ഞാനല്ല, അയാളുടെ വെബ്സൈറ്റിൽ എഴുതി വെച്ചിട്ടുണ്ട് 75% ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികളാണ്, ഐഡിയ ഉള്ള കുട്ടികളാണ്. ഓട്ടിസം ഉള്ള കുട്ടികൾ 4%. 4% എന്ന് പറഞ്ഞാൽ 104 പേരാണ് അവിടെ ഉള്ളത്. ഇയാൾ ഈ 300 പേരുടെ കണക്ക് പറയുന്നുണ്ടല്ലോ. നിങ്ങൾ പത്രക്കാരല്ലേ, പോയി അന്വേഷിക്കും ദിവസം അവിടെ എത്ര പേര് വരുന്നുണ്ടെന്ന്. അതായത് ഈ സ്ക്രീനിങ്ങിൽ പോലും വേർതിരിവുണ്ടെന്നാണ് പ്രീത പറയുന്നത്. അതെ, അയാൾ ഈ വിഷയത്തെ സമഗ്രമായി കൈകാര്യം ചെയ്യാത്ത, സമഗ്രമായി അഡ്രസ് ചെയ്യാത്ത ഒരാള് സർക്കാരിന്റെ അഡ്വർടൈസ്മെന്റിലൊക്കെ എങ്ങനെയാണ് ഭിന്നശേഷിയുടെ വക്താവുന്നത്? IFFK പോയപ്പോ അവിടെയും കണ്ടു ഇയാളാണ് പറയുന്നത് ഭിന്നശേഷിയുടെ ഇത്. ഇയാൾക്ക് എന്തറിയാഞ്ഞിട്ടാ? അതൊക്കെ ഒരു തുക്കും അറിയില്ല. കാരണം ഇയാൾ ഒന്നാമത് ഇതിലെന്താന്ന് വെച്ചാല് ഒന്നില് പഠിച്ചവരായിരിക്കണം, എക്സ്പേർട്സ് ആയിരിക്കണം, അല്ലെങ്കിൽ അനുഭവം വേണം. ഇത് രണ്ടും ഇയാൾക്കില്ല. ഇയാൾ അറിയണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഇത് രണ്ടും ഇല്ല. എങ്കിലും ഇങ്ങനെ ഒരു കാര്യം തുടങ്ങിയപ്പോ കുറെ എക്സ്പേർട്സുകളൊക്കെ വെച്ചിട്ട് ഇത് എന്താ കാര്യം, കുറച്ച് പേരൻസിനെ വിളിച്ചിട്ട് എന്താ കാര്യം എന്നല്ല, ഒരു സിനിമയിലൊക്കെ ഓഡീഷൻ നടത്തുന്ന പോലെ ഓഡീഷൻ നടത്തി ഏറ്റവും മികച്ചരായ കുഞ്ഞുങ്ങളെ തെരഞ്ഞെടുത്ത് അവരെ അവിടെ യഥാർത്ഥത്തിൽ ഇയാളെ കൊണ്ട് അവരല്ല ജീവിക്കുന്നത്, അവരെ കൊണ്ട് ഇയാളാണ് ഉപജീവനം നടത്തുന്നത്. ഇതാണ് നമ്മുടെ പോയിന്റ്. എന്നിട്ട് ഇയാള് ഭിന്നശേഷിക്കാർക്ക് വേണ്ടി ജീവിക്കുകയാണെന്നുള്ള പ്രസ്താവനയും. പ്രീത, ഇനി എങ്ങനെ മുന്നോട്ട് പോകാനാണ് തീരുമാനം? ഈ ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ ഈ വിവരാവകാശ രേഖകൾക്കൊക്കെ അപ്പുറം എങ്ങനെ മുന്നോട്ട് പോകാനാണ് നിങ്ങൾ വിചാരിക്കുന്നത്? നമുക്ക് പറയാം, എനിക്കിപ്പം ഈ കൊച്ചിനെ വെച്ചുകൊണ്ട് യുദ്ധം ചെയ്യാനൊന്നും എനർജി ഒന്നും ഇല്ല, സമരം ചെയ്യാനൊന്നും.
സെക്രട്ടേറിയറ്റ് പഠിക്കാൻ പോയി സിന്ദാബാദ് വിളിക്കാനൊന്നുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറ്റാവുന്ന മേഖലകളിലൊക്കെ സർക്കാർ ഉദ്യോഗസ്ഥരോടായാലും മുഖ്യമന്ത്രിയോട് നേരിട്ടായാലും ഞാൻ ഒന്നിലധികം തവണ മെയിൽ അയച്ചിട്ടുണ്ട് പല വിഷയങ്ങൾക്കും. അദ്ദേഹം അതിൽ ഇടപെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഡിപ്പാർട്ട്മെന്റ് അതിൽ ഇടപെടുകയും ചില കാര്യങ്ങൾ പാതി വഴിയിലാണ്, ചില കാര്യങ്ങൾ തുടക്കത്തിലാണ്, പല രീതിയിൽ നടക്കുന്നുണ്ട്. അതൊന്നും ഇല്ലാന്നൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷെ അതൊക്കെ നമ്മൾ നേരത്തെ തൊട്ട് ചെയ്യുന്നുണ്ട്. മനുഷ്യരുടെ ഏറ്റവും വലിയ കാര്യം ഇവിടെ എനിക്ക് തോന്നുന്നു സർക്കാർ ആദ്യം ചെയ്യേണ്ടത് ഈ പേരൻസ്, ഒരു കുട്ടി ഓട്ടിസ്റ്റിക് ആണെന്ന് അറിയുന്ന നിമിഷം തകർന്ന് തരിപ്പണമാകുന്ന മനുഷ്യർക്ക് എന്ത് മാനസിക പിന്തുണയാണ് നമ്മുടെ സമൂഹം കൊടുക്കുന്നത്. അവരോളം തിരസ്കൃതരായ മനുഷ്യർ ലോകത്തില്ല. പാർശ്വവൽകൃതർ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പാർശ്വവൽകൃതർ ആ അമ്മമാരാണ്. അവർക്ക് സ്വന്തം വീട്ടിലിടയില്ല, സ്വന്തം വീട്ടുകാർ മനസ്സിലാക്കൂല, നാട്ടുകാർ മനസ്സിലാക്കൂല. വ്യക്തമാണ് പ്രീത. വളരെ ഗൗരവതരമായ ആരോപണമാണ് പ്രീതി ഉൾപ്പെടെയുള്ള ആളുകൾ ഇക്കാര്യത്തിൽ ഉയർത്തുന്നത്. എന്തുകൊണ്ട് ഈ ഫണ്ട് ഇങ്ങനെ കേന്ദ്രീകരിക്കപ്പെട്ടു പോകുന്നു എന്ന ഒരിടത്തേക്ക് മാത്രം പോകുന്നു, അത് കൃത്യമായ ആളുകളിലേക്ക് എത്തുന്നുണ്ടോ എന്നുള്ള ആശങ്ക, ആ സംശയം അവർ ഇപ്പോഴും പ്രകടിപ്പിക്കുകയാണ്. ആരോപണങ്ങളിൽ പരാതിക്കാർ ഉറച്ചു നിൽക്കുകയാണ്.